നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസമായിരുന്നു. വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. എന്നാൽ നിഫ്റ്റി മനോഹരമായിട്ട് ഇന്നലത്തെ ഇൻട്രാഡേ ലോ ആയിട്ടുള്ള 25,900 നിന്ന് റിക്കവറി രേഖപ്പെടുത്തി 26,000 മുകളിൽ നമുക്ക് ക്ലോസ് കിട്ടിയൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിന് ശേഷം US മാർക്കറ്റിലുണ്ടായ കനത്ത ഇടിവാണ് ഇന്നലെ ഏഷ്യൻ മാർക്കറ്റിൽ ആ ഒരു ഇടിവിനും ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇടിവിനും കാരണമായത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്നലെ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ഡേറ്റ കാരണം മാർക്കറ്റ് ഒന്ന് തിരികെ കയറാനായിട്ട് അത് കാരണമായിട്ടുണ്ട്. കൂടാതെ ഇൻഡിഗോ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇടിവിന് കാരണം ഉണ്ടാക്കിയ ഒരു കമ്പനി. അപ്പോൾ ഇൻഡിഗോയും അവരുടെ സർവീസുകൾ പുനരാരംഭിച്ചു എന്നുള്ള ന്യൂസ് മാർക്കറ്റിന് സഹായകമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് ഉള്ളത്. നിഫ്റ്റിയുടെ എക്സ്പയറി സ്വാഭാവികമായ രീതിയിൽ എല്ലാ ദിവസവും വോളറ്റിലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് ആ ഒരു വോളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ FIs 1468 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയപ്പോൾ DIs 1792 കോടി രൂപയ്ക്ക് ബൈ നടത്തി മാർക്കറ്റിനെ വളരെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ, അതായത് നമ്മൾ മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലോസ് ആയ US മാർക്കറ്റ് രണ്ടും നെഗറ്റീവിൽ അടച്ചു. എന്നാൽ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ അടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് ഇടിവിലാണ്. ഓൾമോസ്റ്റ് സെൻട്രലായിട്ട് നിക്കി, ജപ്പാൻ മാർക്കറ്റ്, കോസ്പി, കൊറിയ, ചൈന എല്ലാം തന്നെ ഇടിവിലാണ്. ഗോൾഡ് $4,307 ഏറ്റവും ടോപ്പിൽ നിന്ന് ആറാമത്. പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ് കോയിനിൽ ഭീകരമായിട്ടുള്ള ഇടിവ് കണ്ടു. $3,124 ഇടിഞ്ഞു, ഏറ്റവും ടോപ്പിൽ നിന്ന് നാലാമത്. പിന്നെ നമ്മൾ കാണുന്നത് ഡോ ഫ്യൂച്ചർ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത്. പിന്നെ ഏറ്റവും ടോപ്പിലുള്ളത് ഗിഫ്റ്റ് നിഫ്റ്റിയാണ്, 26,070. തൊട്ട് താഴെ കാണാം നിഫ്റ്റി ഫ്യൂച്ചർ. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ക്ലോസ് 26,100 ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി 26,070 ഏകദേശം ഒരു 30 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഒന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. വിപ്രോയും റിയാക്ട് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളൊക്കെ വരാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. IT കമ്പനിയായിട്ടുള്ള HCL ടെക് അവർ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഓറോബി എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇൻ്റർനെറ്റ് ഡിസൈൻ അറിയുന്ന കമ്പനി 35, അവർ കാനഡയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വിവിധ കമ്പനികളായിട്ട് ഇവർ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ബിയിൽ ക്യാഷപ്പ് ആൻഡ് സൺസ് 615 കോടി രൂപയുടെ ഓർഡർ കിട്ടി. KNR കൺസ്ട്രക്ഷന് 72 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അയൺ എക്സ്ചേഞ്ച് കമ്പനിക്ക് 205 കോടി രൂപയുടെ ഓർഡർ കിട്ടി. RBL ബാങ്ക് CFO റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ലെമൺ ട്രീ ഹോട്ടൽ ഇവർ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ്. ഇവർ ഒരു 2-3 ഹോട്ടൽ നേപ്പാളിൽ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. അരവിന്ദ് സ്മാർട്ട് ഫേസ് കമ്പനി ബാംഗ്ലൂർ ഇവർ ഹൈ റൈസ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ഇവർ അക്യൂർ ചെയ്തു. സോളക്സ് എനർജി കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, മലേഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു. SBN കമ്പനി ജർമ്മനിയിലുള്ള ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് SBN. അയൺ എക്സ്ചേഞ്ച് കമ്പനി 205 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പവർ ഗ്രിഡ് കമ്പനി അവർ പുതിയ ഇൻ്റർ റീജിയണൽ ഗ്രിഡ് ട്രാൻസ്മിഷൻ പ്രൊജക്റ്റുകൾ അവർ ഓപ്പൺ ആക്കി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു ഓൾ.